ഓം നമ ശിവായ. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 20-ാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യമാണ് പറയുന്നത്. മേടക്കുൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴാഴ്ച ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ, സൗകര്യങ്ങൾ മുഖേനയുള്ള അനുഭവങ്ങൾ കുറേയൊക്കെ അനുകൂലമായി വന്നിരുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം നേട്ടമായിരിക്കും. ചിലർക്ക് ഈ കാര്യങ്ങളിൽ പ്രതികൂലമായ അനുഭവമായിരിക്കും വന്നിരിക്കുക. വീട്, വസ്തു, വാഹനം, ഭൂമി, മാതാവ് എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചിലർ വളരെയേറെ ദുഃഖിക്കുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യകരമായ അനുഭവങ്ങളായിരിക്കും ഇക്കാര്യത്തിൽ വന്നു ചേരുക. അതായത് മേടക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം 12-ാം ഭാവത്തിൻ്റെ അധിപനായിട്ടാണ് വ്യാഴം അവരെ സ്വാധീനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളിൽ അവർ വേദന അനുഭവിക്കും, അല്ലെങ്കിൽ ദുഃഖിക്കും. മാതാവിനെ കൊണ്ടും വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക. നേരെ മറിച്ച് ഭാഗ്യഭാവത്തിൻ്റെ അധിപനായിട്ടാണ് വ്യാഴൻ 2-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഈ ജാതകരെ സ്വാധീനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീട്, വസ്തു, വാഹനം, ഭൂമി, മാതാവ് എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ, തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയും തന്നെ ഭാഗ്യകരമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരുടെ മക്കളെ കൊണ്ട് ഇവർക്ക് നേട്ടമൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല വ്യാഴാഴ്ച ദിവസം. പലർക്കും പുത്രദുഃഖമൊക്കെ അനുഭവിക്കുവാൻ സാധ്യതയുണ്ട്. ബുദ്ധിപരമായ പരാജയങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാര്യപരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഉദ്ദേശിക്കുന്ന പോലെ ജീവിത വിജയം ഉണ്ടാകണമെന്നില്ല എന്നുള്ളതും പ്രത്യേകത ആയിട്ട് വന്നു ചേരുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. രോഗം, ശത്രുത, കടബാധികളാൽ വലിയ പ്രതിസന്ധിയൊന്നും ഈ ജാതകരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ദിവസമല്ല ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതം പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ദാമ്പത്യ ജീവിതം കടന്നു പോകുന്ന ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം. മാരകമായ രോഗങ്ങളൊന്നും ഈ ജാതകർക്ക് വന്നു ചേരുവാൻ സാധ്യതയില്ല. ഭാഗ്യാനുഭവങ്ങൾ കുറച്ചു പേർക്ക്, അല്ലെങ്കിൽ ഭാഗ്യാധിപനായിട്ടാണ് വ്യാഴൻ 2-ൽ നിൽക്കുന്നതെങ്കിൽ ആ വ്യാഴം ഈ ജാതകർക്ക് ഭാഗ്യകരമായ അനുഭവങ്ങളെ കൊടുക്കും. നേരെ മറിച്ച് 12-ാം ഭാവത്തിൻ്റെ അധിപനായിട്ടാണ് 2-ൽ നിൽക്കുന്നതെങ്കിൽ നഷ്ടത്തെ തന്നെയാണ് കൊടുക്കുന്നത്. ഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും വന്നു ചേരത്തില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം മാനസികവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ചിലർക്കൊക്കെ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമല്ല. ലാഭകരമായ അനുഭവങ്ങളൊന്നും ഇവർക്ക് തുണയ്ക്കുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. പിതാവ് മുഖേനയുള്ള നഷ്ടസാധ്യതകളൊക്കെ ഇവരെ അലട്ടുന്നുണ്ട്. പിതാവ് മാറി താമസിക്കുവാനോ വീട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനോ ഒക്കെ ഉള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പറഞ്ഞ അനുഭവങ്ങളിൽ കൂടി മേടക്കുറുകാർ വ്യാഴാഴ്ച ദിവസം കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നല്ല ആരോഗ്യമുള്ളൊരു ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം. മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുവാൻ, ബഹുമാനിക്കപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അതുപോലെ തന്നെ പുതിയ ആഭരണങ്ങളൊക്കെ വാങ്ങിക്കുവാൻ സാധിക്കുന്ന ദിവസമായിരിക്കും. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. സൽപുത്ര ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പ്രശസ്തിയും അംഗീകാരവും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടവും ഈ ചിലരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല. ഭാഗ്യക്കേടുകളൊക്കെ ചിലരുടെ ജീവിതത്തിൽ ഉണ്ടാകാം. കുടുംബത്തെ സംബന്ധിച്ച്, വ്യക്തിപരമായ ജീവിതത്തിലല്ല, കുടുംബത്തെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരവസ്ഥയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കൾ, സൗകര്യങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വന്നിരുന്നൊരു ദിവസവുമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പെൺമക്കളെ കൊണ്ട് വലിയ നേട്ടങ്ങളില്ലെങ്കിലും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യങ്ങളാൽ ഈ ജാതകർ കടന്നു പോകുന്നു. രോഗം, ശത്രുത, കടബാധികളാൽ വലിയ പ്രതിസന്ധികളൊന്നും ഈ ജാതകരുടെ ജീവിതത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയില്ല. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു പോകുന്നൊരു ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം. മാരകമായ രോഗങ്ങളൊന്നും തന്നെ വന്നു ചേരുവാൻ സാധ്യതയില്ല. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. പിതാവ് മുഖേനയും മാതാവ് മുഖേനയുള്ള അനുകൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു നിൽക്കുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. ഈ ജാതകരെ സംബന്ധിച്ച് കുടുംബം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ് നഷ്ടസാധ്യതകളൊക്കെ ഉള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. അങ്ങനെ ഏറെക്കുറെ നല്ല അനുഭവങ്ങളുമായിട്ടാണ് ഈ ജാതകർക്ക് വ്യാഴാഴ്ച ദിവസം അനുഭവപ്പെടുക. ഇനി ആർക്കെങ്കിലും തിക്താനുഭവമായിട്ടാണ് വ്യാഴാഴ്ച ദിവസം വന്നു ചേരുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൻ്റെ അധിപനായ വ്യാഴമാണ് അവരെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്രകാരം
അങ്ങനൊരു ദോഷമാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ നേട്ടങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നില്ല എങ്കിൽ അഷ്ടമത്തിൻ്റെ അധിപനായ വ്യാഴം സ്വാധീനിക്കുന്നതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തി വിഷ്ണുദേവനെ പ്രീതിപ്പെടുത്താനുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. മാർച്ച് മാസം കഴിഞ്ഞ് ഏപ്രിൽ മെയ് 14 ആകുമ്പോൾ ഈ ജാതകരെ സംബന്ധിച്ചുള്ള 2ലേക്ക് വ്യാഴം വരും. അപ്പോൾ ഇവർക്ക് നേട്ടത്തിൻ്റെ സമയമായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോഴും ഇവരെ അഷ്ടമത്തിൻ്റെ അധിപനായിട്ടാണ് സ്വാധീനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യാഴം 2ൽ വരുന്നതുകൊണ്ടൊന്നും നേട്ടം ഉണ്ടാകത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക. മേടക്കൂറുകാരെ പോലെ തന്നെ ഇപ്പോൾ മേടക്കൂറുകാർക്ക് 2ലെ വ്യാഴം എല്ലാവർക്കും നേട്ടത്തെ കൊടുക്കുന്നില്ല. പലർക്കും 12ലെ വ്യാഴമായിട്ടാണ് അവരെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ജാതകർക്കും 2ൽ വ്യാഴം വന്നിട്ട് മേടക്കൂറുകാരെ സംബന്ധിച്ച് ഒരു നേട്ടവും ഉണ്ടാകാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ തന്നെയായിരിക്കും ഇനി ഇടവക്കൂറുകാർക്കും വന്നു ചേരുക. അഷ്ടമത്തിൻ്റെ അധിപനായിട്ടാണ് വ്യാഴം സ്വാധീനിക്കുന്നതെങ്കിൽ മെയ് മാസം 14-ാം തീയതി വ്യാഴം 2ാം ഭാവത്തിലേക്ക് വന്നാൽ ഒരു നേട്ടവും വന്നു ചേരത്തില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി ജീവിക്കുക. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ വ്യാഴാഴ്ച ദിവസം ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം സുഖസ്വസ്ഥ ദേഹതന്മ ഏറെക്കുറെ അനുകൂലമാണെങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടവും തൃപ്തികരമായ വിധത്തിൽ വന്നു ചേരണമെന്നില്ല. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ തൊഴിലിടങ്ങളിലൊക്കെ വന്നു ചേരുവാനും പിതാവ് മുഖേനുള്ള നല്ല അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിലും കടന്നു വരുവാനും സാധ്യതയുള്ള ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സ്ത്രീകൾ മുഖേനുള്ള കാര്യവിജയം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ഈ വ്യാഴാഴ്ച ദിവസം മുതൽ അതിനൽപ്പം മങ്ങൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും വിജയം ഉണ്ടാകണമെന്നില്ല എന്നുള്ളൊരു അനുഭവം വന്നു ചേരാൻ ഇടയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഗം, ശത്രുത, കടബാധകളാൽ വലിയ പ്രതിസന്ധികളൊന്നും വ്യാഴാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യതയില്ല. ദാമ്പത്യ ജീവിത പ്രതിസന്ധികൾ ഈ ജാതകരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിലും പലരും അതിനെയൊക്കെ അതിജീവിച്ച് സന്തോഷത്തോടുകൂടി കടന്നു പോകുന്നു. ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം മാരകമായ രോഗങ്ങളൊന്നും വന്നു ചേരുവാൻ സാധ്യതയില്ല. ഭാഗ്യാനുഭവങ്ങളൊന്നും പൂർണ്ണമായിട്ട് തുണയ്ക്കുന്ന ദിവസമല്ല വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്കിലും ഹോര നിയമപ്രകാരം സൂര്യൻ പൂർണ്ണ ബലവാനായി വന്നു ചേരുവാൻ കഴിയാത്തതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം മുതൽ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. ഹോര നിയമപ്രകാരം കറുത്തപക്ഷ ചന്ദ്രൻ കടന്നു പോകുമ്പോൾ മാത്രമാണ് കറുത്തപക്ഷ ചന്ദ്രൻ്റെ സമയത്ത് മാത്രമാണ് സൂര്യന് ബലമുള്ളത്. അങ്ങനെ ബലമുള്ള സൂര്യൻ 10ാം ഭാവത്തിൽ നിന്നാൽ തൊഴിൽ പുരോഗതി ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം വെള്ളിയാഴ്ച ദിവസം മുതൽ ഈ ജാതകർക്ക് പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് 10ാം ഭാവത്തിൽ ഈ രാഹു നിൽക്കുന്നത് കൊണ്ടും രാഹു സ്വാധീനിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക. ലാഭകരമായ അനുഭവങ്ങളൊന്നും തന്നെ ഇവർക്ക് വന്നു ചേരാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ജാതകരെ സംബന്ധിച്ച് നല്ലതെന്നും തോന്നുന്ന പല കാര്യങ്ങളിലും ഇവർ ധനം മുടക്കുന്നു. അങ്ങനെ ആ ധനത്തിൻ്റെ ചെലവ് കൊണ്ട് ഇവർക്ക് യാതൊരുവിധമായ പ്രയോജനവും ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിനൊക്കെ ഒരു മാറ്റം വരാൻ പോവുകയാണ്. മെയ് മാസം 14-ാം തീയതി മുതൽ വ്യാഴം ജന്മഭാവത്തിലേക്ക് വരുമ്പോൾ ഈ മോശമായ സാഹചര്യത്തിൽ നിന്ന് ഇവർക്ക് കരകയറാൻ പറ്റും എന്നുള്ളതാണ് ജ്യോതിഷത്തിൽ കൂടി അറിയാവുന്ന കാര്യം. ഇനിയും കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം രോഗം, ശത്രുത, കടബാധകളാലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമാണ്. കാരണം ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴാഴ്ച ദിവസം ഈ വ്യാഴത്തെ ദൃഷ്ടിക്കുന്നത് കർക്കിടകക്കുറിൻ്റെ അധിപനായ ചന്ദ്രനാണ്, കറുത്തപക്ഷ ചന്ദ്രനാണ്. അതുകൊണ്ട് രോഗം, ശത്രുത, കടബാധകളാലുള്ള പ്രതിസന്ധികൾ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിലാണെങ്കിലും ശത്രു അറിഞ്ഞ അനുഭവങ്ങളിൽ കൂടിയൊക്കെ ആയിരിക്കും ഇക്കാര്യങ്ങൾ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് ഭാഗ്യമെന്ന് പറയാമെങ്കിലും ഭാഗ്യക്കേടുകളായിട്ട് പലരിലും ഇതൊക്കെ അനുഭവത്തിൽ വന്നു ചേരുന്നു. ഈ ജാതകരെ സംബന്ധിച്ച് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെയുള്ള അനുഭവങ്ങൾ ഭാഗ്യക്കേടുകളായിട്ട് തുടരുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് നിലനിൽക്കുന്നു. കാര്യവിജയം ഈ ജാതകരിൽ ഉണ്ടാകുന്ന സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത്. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളൊന്നും ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്നില്ല. ഈ ജാതകരെ സംബന്ധിച്ച് സ്ത്രീകൾ മുഖേന അല്ലെങ്കിൽ മാതാവ് മുഖേന, ഭാര്യ മുഖേനയുള്ള ഒരു സഹായം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യമാണ്. കാരണം ഇവർ രോഗത്താലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്താൽ ഭാരപ്പെടുമ്പോൾ സ്ത്രീ, ഭാര്യ, അമ്മ എന്നീ നിലകളിൽ ഉള്ള ഒരു സഹായം ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതം ഇവർക്ക് തൃപ്തികരമായി പോകണമെന്നില്ല. അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് വന്നു ചേരുന്നു. ഈ ജാതകരെ സംബന്ധിച്ചോളം 12ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഇവരുടെ ദാമ്പത്യ ജീവിത ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു.
അപ്പോൾ അത് ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അകൽച്ചയ്ക്ക് കാരണമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അഭിപ്രായ ഐക്യം ഉണ്ടാകാതെ, അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഭാര്യ പറയുന്നത് ഭർത്താവ് അനുസരിക്കാതെയോ ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കാതെയോ ഒക്കെ തന്നിഷ്ടവും തന്നിടവും കാണിച്ച് ജീവിക്കുന്നൊരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള മനസ്സ് ഇവർക്കുണ്ടാകാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങളൊന്നും പൂർണ്ണമായിട്ട് അങ്ങോട്ട് തുണയ്ക്കുന്ന ദിവസമല്ല വ്യാഴാഴ്ച ദിവസം എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയായിട്ട് വന്നു ചേരുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടം എല്ലാവരിലും ഇല്ല. പലർക്കും തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവത്തിൽ വന്നു ചേരുന്നു. സ്ഥിര ജോലിയുള്ളവർക്ക് തൊഴിൽപരമായിട്ടുള്ള നഷ്ടമില്ലെങ്കിലും സ്ഥിര ജോലി ഇല്ലാത്തവർക്ക് തൊഴിൽപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഭൂമി സംബന്ധമായിട്ടുള്ള നഷ്ടസാധ്യതകൾ നിലനിൽക്കുന്നു. സഹോദരങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് കാര്യമായി ഉണ്ടാകാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് കർക്കിടകക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കുറാണ്. ചിങ്ങക്കുറിൽപ്പെട്ട മകംപുര ഉത്തരം കാൽനാളുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള രാജ്യകുതുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിരുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ജാതകരെ സംബന്ധിച്ച് 10ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ വ്യാഴാഴ്ച ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം, സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ഉദ്യോഗത്തിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന ദിവസം വ്യാഴാഴ്ച ദിവസമായിട്ട് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. എന്നാൽ ഈ ജാതകരെ സംബന്ധിച്ച് അഷ്ടമത്തിൻ്റെ അധിപനായിട്ടാണ് വ്യാഴം ഇവരെ സ്വാധീനിക്കുന്നതെങ്കിൽ ഇപ്പറഞ്ഞ തൊഴിൽപരമായിട്ടുള്ള രാജ്യമൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാതെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും തൊഴിലിടങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ തിക്താനുഭവങ്ങൾ, ശത്രുതകൾ, സഹപ്രവർത്തകരിൽ നിന്നുണ്ടാകുന്ന മോശം അനുഭവങ്ങൾ, ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം, ജോലിക്ക് പോയാലും കിട്ടുന്നത് തികഞ്ഞു പറ്റാത്ത സാഹചര്യം, സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഈ വ്യാഴം ബലവാനായിട്ട് ഇവരുടെ 5ാം ഭാവത്തിൻ്റെ അധിപനായിട്ടാണ് തൊഴിൽ ഭാവത്തിൽ നിൽക്കുന്നതെങ്കിൽ അവർക്ക് രാജ്യവും തന്നെയാണ്, തൊഴിൽപരമായിട്ടുള്ള രാജ്യവും തന്നെയാണ് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖം, ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകണം എന്നില്ല. വ്യാപാരികളായിട്ടുള്ളവർക്ക് വ്യാപാര നേട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സ്ത്രീകൾ മുഖേനയുള്ള സൗഹൃദങ്ങൾ ഇവർക്ക് ഒരു പക്ഷെങ്കിൽ പ്രതികൂലവും അനുകൂലവുമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ മുഖേനയുള്ള സൗഹൃദങ്ങൾ കൊണ്ട് പ്രതികൂലവും അനുകൂലവുമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ജീവിക്കുക. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ മാതാവിൻ്റെ കാര്യങ്ങളിലൊക്കെ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം. അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ, ആൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഗം, ശത്രുത, കടബാധികളാൽ വലിയ പ്രതിസന്ധിയൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയില്ല. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ കാര്യമായിട്ടൊന്നും ഉണ്ടാകാത്തൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. പിതാവ് മുഖേനയുള്ള പ്രതിസന്ധികളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട്. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. ലാഭകരമായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. നഷ്ടസാധ്യതകളൊക്കെ ഈ വ്യാഴാഴ്ച ദിവസം നന്നേ കുറവായിട്ട് വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ചിലർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് എന്നുള്ള അറിവോടുകൂടി വ്യാഴാഴ്ച ദിവസം ചിങ്ങക്കുറുകാർ ജീവിക്കുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരേണ്ട ഒരു ദിവസമാണെങ്കിലും അതൊക്കെ തടസ്സപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ മൗഢ്യത്തിലേക്ക് പോയതുകൊണ്ട് ഭാഗ്യാനുഭവങ്ങളൊന്നും വന്നു ചേരുന്നില്ല. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ വളരെ രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ചിലരുടെയൊക്കെ ജീവിതത്തിലുള്ളത് എന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. 7ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. 7 ശുക്രൻ നിന്നാൽ ഭാര്യാഭർത്തൃ കലഹം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിട്ടും ജ്യോതിഷം പറയുന്നുണ്ട്. അതുപോലെ തന്നെ 7 ബുധൻ നിന്നാലും ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ പൂർണ്ണമായിട്ടും വന്നു ചേരണമെന്നില്ല. 7 രാഹു നിൽക്കുന്നു, അതും പ്രശ്നമാണ്. 7 സൂര്യൻ നിൽക്കുന്നു, ഭാര്യാഭർത്തൃ സുഖഹാനി ഉണ്ടാകുന്ന സാഹചര്യമാണ്. 9 വ്യാഴമാണ് ഇവർക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു ഗ്രഹസ്ഥിതി. പക്ഷെങ്കിൽ 9 വ്യാഴത്തിൻ്റെ അധിപൻ ശുക്രൻ ഈ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും അതിൻ്റേതായ ഗുണങ്ങളൊന്നും എല്ലാവരിലും വന്നു ചേരാത്തൊരു സാഹചര്യമാണ്. കുടുംബസുഖമോ ധനപരമായ നേട്ടമോ ഒന്നും കാര്യമായിട്ട് വന്നു ചേരുന്ന ദിവസമല്ല. ചിലർക്കൊക്കെ വളരെ പരിതാപകരമായ സാഹചര്യമാണ് ചിലരൊക്കെ ജീവിതത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഈ ജാതകർക്ക് വന്നു ചേരാതെ ഇവർ മുഖേന സുഹൃത്തുക്കൾ, സഹോദരങ്ങൾക്ക് നേട്ടങ്ങൾ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾ വന്നു ചേരാമെങ്കിലും അതൊക്കെ തടസ്സപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ്. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളൊന്നും ഇവർക്ക് അനുകൂലമായി വന്നു ചേരാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. യാതൊന്നും പ്രയോജനപ്പെടാത്തൊരു സാഹചര്യമാണ്. രോഗം, ശത്രുത, കടബാധികളൊക്കെ ഭാരപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവം ഇല്ലാതെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി പലരും അനുഭവിക്കുന്നു. തൊഴിലിടങ്ങളിൽ തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ചിലരെയൊക്കെ സംബന്ധിച്ച് ഈ വ്യാഴവും ശുക്രനും പരസ്പരം ക്ഷേത്രം മാറി നിന്ന സാഹചര്യത്തിൽ പുതിയ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലർക്ക് അതൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു സത്യാവസ്ഥയാണ്.
തൊഴിൽ രംഗത്ത് പ്രതിസന്ധികളൊക്കെ ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ കേസ് ഭൂമി സംബന്ധമായിട്ടുള്ള കേസ്, വ്യവഹാരം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഈ ജാതകർ ഇപ്പോൾ അകപ്പെടുന്നൊരു സമയമാണ്. ഏപ്രിൽ മാസം 2-ാം തീയതി വരെ അതിനുള്ള സമയമുണ്ട്. അപ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കേസുമൊക്കെ ഫയൽ ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണിപ്പോൾ. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് ലാഭകരമായ അനുഭവങ്ങൾ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേന ഈ വ്യാഴാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നഷ്ടസാധ്യതകൾ, ദാമ്പത്യവുമായിട്ട് ബന്ധപ്പെട്ട് നഷ്ടസാധ്യതകൾ നിലനിൽക്കുന്നൊരു ദിവസവുമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളതും കന്നിക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർ ഭാഗ്യം കൊണ്ട് പ്രസിദ്ധരാകേണ്ട ഒരു സമയമാണെങ്കിലും അല്ലെങ്കിൽ ദിവസമാണെങ്കിലും ഈ വ്യാഴാഴ്ച ദിവസം ഇവർക്ക് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നഷ്ടസാധ്യതകൾ ഭാഗ്യക്കേടുകളായിട്ട് വന്നു ചേരുന്നു. അതാണൊരു വിഷയം. അപ്പോൾ നാളിതുവരെ ഇവർക്ക് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള രാജയോഗതുല്യമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ ഈ ജന്മഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ മൗഢ്യത്തിലേക്ക് കടന്നതുകൊണ്ട് ഈ സുഹൃത്തുക്കളായിട്ടുള്ള ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഈ ജാതകരുമായിട്ട് വന്നു ചേരാതെ അതൊക്കെ നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിശ്ചലാവസ്ഥയിലേക്ക് കടന്നു പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം സംഭവിക്കും. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. തൊഴിൽ ഗുണം ഒക്കെ അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. ഭൂമി, വീട്, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ കാര്യവിജയങ്ങൾ, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഒന്നും ഉണ്ടാകണമെന്നില്ല. കാര്യപുരോഗതി ഉണ്ടാകണമെന്നില്ല. നിശ്ചലാവസ്ഥ അവിടെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. രോഗം, ശത്രുത, കടബാധ്യതകളാലുള്ള പ്രതിസന്ധികളൊക്കെ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട്. എങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് പോകാനുള്ള ശേഷി ഇവരിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ദാമ്പത്യ ജീവിതം വലിയ ദോഷമില്ലാതെ തൃപ്തികരമായ വിധത്തിൽ പോകുന്ന ഒരു സാഹചര്യമാണ്. ദാമ്പത്യം കൊണ്ട് ഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യവുമാണ് ഉള്ളത്. ഈ ജാതകരെ സംബന്ധിച്ച് ലാഭകരമായ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ധനധാന്യ സമൃദ്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യവുമാണ് ഉള്ളത്. പക്ഷെങ്കിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ കാര്യവിജയം ഉണ്ടാകുന്നില്ല. അവിടെ ഒരു നീക്കുപോക്ക് ഉണ്ടാകുന്നില്ല. പരാജയമാണ് സംഭവിക്കുക. ഒരു മൂവിങ് അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. നഷ്ടസാധ്യതകളൊക്കെ വളരെ കുറവാണ്. എങ്കിലും സ്ത്രീകൾ മുഖേനയുള്ള നഷ്ടസാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപമാനം കേൾക്കുവാനും ധനനഷ്ടത്തിനുമൊക്കെ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞു ജീവിക്കുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാലം, അനിഴം, കേട്ട നാളുകാർക്ക് ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ പറ്റുന്ന ദിവസമാണെങ്കിലും ചിലർക്കൊക്കെ അത് തടസ്സമായി പോകുന്നു. പുത്രദുഃഖമൊക്കെ ചിലരെ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഒട്ടുമിക്ക ജാതകരിലും വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാലം, അനിഴം, കേട്ട നാളുകാരിൽ വന്നു ചേരുന്നു. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നത് പോലെ എല്ലാവരിലും ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ജാതകരെ സംബന്ധിച്ച് 7-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിലും വ്യാഴം 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടുള്ള വലിയ നേട്ടങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നില്ല. 5-ലെ രാഹു പുത്രദുഃഖത്തെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. ആൺമക്കളാൽ ഇവർ വേദനിക്കുവാൻ, ഭാരപ്പെടുവാനുള്ള സാഹചര്യമൊക്കെ ഇവർക്ക് വന്നു ചേരുന്നുണ്ട്. ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും അവിടെയെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു, പ്രതികൂലങ്ങൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ ഒരു ജീവിത സാഹചര്യമാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. ഇവർ തൊടുന്നതെല്ലാം ഇവർക്ക് തന്നെ വിനയായി വന്നു ചേരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഭാഗ്യകരമായ അനുഭവങ്ങൾ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വളരെ കുറവാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഭാഗ്യം പൂർണ്ണമായിട്ട് ഇവരെ അങ്ങോട്ട് തുണയ്ക്കുന്നില്ല. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്കിപ്പോൾ വലിയ നേട്ടത്തെ കൊടുക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് കാര്യവിജയം കൊണ്ട് വന്നു ചേരേണ്ടതാണെങ്കിൽ പോലും അതെല്ലാം തടസ്സപ്പെട്ടു പോകുന്നു. നഷ്ടസാധ്യതകളാണ് ഈ ജാതകരെ സംബന്ധിച്ച് കൂടുതലായിട്ടും സ്ത്രീകൾ മുഖേന വന്നു ചേരുവാൻ സാധ്യതയുള്ളതെന്നും അറിയുക. ഇപ്രകാരമുള്ള അറിവ് കൊണ്ട് വ്യാഴാഴ്ച ദിവസം ജീവിക്കുക എന്നതാണ് നക്ഷത്രഫലമായിട്ട് പറഞ്ഞു തരാനുള്ളത്. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം രോഗം, ശത്രുത, കടബാധകളാൽ വലിയ പ്രതിസന്ധി ഒന്നും വന്നു ചേരുവാൻ സാധ്യതയില്ലെങ്കിലും മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. കുടുംബസുഖവും ധനപരമായ നേട്ടവും സുഹൃത്തുക്കളെ കൊണ്ട്, സൗരങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങളൊന്നും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യമല്ല. വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾ വന്നു ചേരേണ്ട ഒരു സാഹചര്യമാണ്. മാതാവിൻ്റെ സ്വത്തുകളൊക്കെ അനുഭവത്തിൽ വന്നു ചേരേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ അതെല്ലാം തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ ഇവർക്ക് വേദനാജനകമായിട്ട് വന്നു ചേരുന്നു. മക്കളെ കൊണ്ടുള്ള ഒരു കാര്യവും നീക്കുപോക്കായിട്ട് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നില്ല. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് ഏർപ്പെടുന്ന കാര്യങ്ങളിലൊന്നും ഇവർക്ക് വിജയം കൈവരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഇവരെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴാഴ്ച ദിവസം പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതുപോലെ തന്നെ തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവർക്ക് വേണ്ടുവോളം തുണയ്ക്കുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. പിതാവിൻ്റെ സ്ഥിതിയൊന്നും അത്ര അനുകൂലമല്ല. ബുദ്ധിപരമായിട്ടുള്ള പരാജയങ്ങളും
ഒക്കെ ഇവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള സാഹചര്യമാണ്. ബന്ധുക്കൾ ശത്രുക്കളായി അകന്നു നിൽക്കുന്നു. അങ്ങനെ അനുകൂലമായ സാഹചര്യങ്ങൾ ഈ വ്യാഴാഴ്ച ദിവസം വന്നു ചേരാൻ സാധ്യത കുറവാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് തുണയ്ക്ക് വളരെ അനുകൂലമായി വന്നു ചേരാത്തൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ലാഭകരമായ അനുഭവങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട സാഹചര്യമാണ്. സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട സാഹചര്യമാണ്. അതെല്ലാം തടസ്സപ്പെട്ടു പോകുന്നു. രാഹു തടസ്സപ്പെടുത്തി കളയുന്നു. അങ്ങനെ ഈ ജാതകരുടെ ജീവിതത്തിൽ നഷ്ടസാധ്യതകളാണ് കൂടുതലായിട്ടും ഇപ്പോൾ നിലവിലുള്ളത്. പ്രതീക്ഷിക്കത്തു ജീവിത വിജയം ഇവർക്കുണ്ടാകുന്ന സമയമല്ല. ഇതിനൊക്കെ മാറ്റം വന്നെങ്കിൽ മെയ് മാസം 14-ാം തീയതി വ്യാഴം ഇവരുടെ 7-ാം ഭാവത്തിലേക്ക് കടന്നു വരണം. അപ്പോൾ അങ്ങനെ വ്യാഴം 7-ാം ഭാവത്തിലേക്ക് കടന്നു വന്നാലും ധനുക്കൂറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരത്തില്ല. കാരണം 7-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം കേന്ദ്രാധിപത്യത്തോടു കൂടിയാണ് 7 നിൽക്കുന്നത്. ധനുരാശിയുടെയും മീനൻ രാശിയുടെയും അധിപനായിട്ടാണ് വ്യാഴം 7-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അതിനാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഈ ജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. 4-ലെ ശനി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അതും വെല്ലുവിളിയാണ്. 3-ലെ രാഹു മാത്രമായിരിക്കും ഇവർക്ക് ഏക ആശ്വാസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കാര്യവിജയത്തിനായിട്ട് ഉപകരിക്കപ്പെടുന്ന സമയമാണെങ്കിലും ചിലരുടെയൊക്കെ ജീവിതത്തിൽ കാര്യപരാജയം തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ അതുണ്ടാകണമെന്നില്ല. ചിലർക്ക് കാര്യപരാജയം അനുഭവത്തിൽ വന്നു ചേരുന്നു എന്നുള്ളതും വേദനാജനകമായ ഒരു അനുഭവമായിട്ട് മകരക്കൂറുകാരിൽ വന്നു ചേരുന്നു. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം ഇവർക്ക് അനുകൂലമാണ്. അതുപോലെ തന്നെ ഭൂമി കൊണ്ടുള്ള നേട്ടങ്ങളും ലാഭകരമായ അനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ദാമ്പത്യ ജീവിത വിജയം അനുകൂലമായി നിൽക്കുന്നു. മാരകമായ പ്രതിസന്ധികളൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയില്ലാത്തൊരു ദിവസമാണ്. പിതാവ് മുഖേനയുള്ള അനുഭവങ്ങളൊക്കെ തരക്കേടില്ലാത്ത വിധത്തിൽ ഇവർക്ക് വന്നു ചേരുന്നു. മാതാവ് മുഖേനയുള്ള അനുഭവങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. ഭാഗ്യാനുഭവങ്ങൾ ഇവരെ വേണ്ടുവോളം തുണയ്ക്കുന്ന സാഹചര്യമല്ല. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. നഷ്ടസാധ്യതകൾ വളരെ കുറവാണ്. എന്നാൽ ചിലർ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം ജന്മശനിയുടേതായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഒന്ന് അകന്നു നിൽക്കുന്ന വ്യാഴാഴ്ച ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും സുഖം, സ്വസ്ഥ, ദേഹനന്മയൊക്കെ അനുകൂലമായി വന്നിരുന്നൊരു ദിവസമാണ്. ചിലരുടെ ജീവിതത്തിൽ കുടുംബസുഖമോ ധനപരമായ നേട്ടമോ ഇല്ല. രാഹു ഒക്കെ തടസ്സപ്പെടുത്തി കളയുന്നു. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ബന്ധുക്കൾ മുഖേനയും സ്ത്രീകൾ മുഖേനയും പിതാവ് മുഖേനയൊക്കെ ധനവരവുണ്ട്. ചിലരുടെ ജീവിതത്തിൽ പിതാവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിനും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സുഹൃത്തുക്കൾ, സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഇവർക്ക് വേണ്ടുവോളം ഗുണകരമായിട്ട് വന്നു ചേരാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. കാര്യവിജയം ഇവരുടെ കുടുംബജീവിതത്തിന് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. രോഗം, ശത്രുത, കടബാധകളാൽ വലിയ പ്രതിസന്ധി ഒന്നും ഇവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ജാതകരെ സംബന്ധിച്ചോളം ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്നു. എങ്കിലും ചെറിയ ചെറിയ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാരകമായ പ്രതിസന്ധികൾ അവരുടെ കുടുംബത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള സാഹചര്യമാണെങ്കിലും അതൊന്നും വലിയൊരു പ്രശ്നമായി മാറാതെ കടന്നു പോകുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ്. സ്ത്രീകൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇപ്പോൾ അതിനൊരു നിശ്ചലാവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തെ കൊടുക്കുന്നില്ലെങ്കിൽ പോലും ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങൾ മുഖേന ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും തന്മൂലം ഇവർക്ക് വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാവുകയും ചെയ്യുന്നു. നഷ്ടസാധ്യതകളൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ എന്നുള്ളതും കുംഭക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം സുഖസ്വസ്ഥത ദേഹത്തിന് അത്ര അനുകൂലമായ ഒരു ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഇവരെ തുണയ്ക്കുന്ന സാഹചര്യമല്ല. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഇവർക്ക് കാര്യമായി വന്നു ചേരാത്തൊരു ദിവസമായിരിക്കും ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവർക്ക് വലിയ നേട്ടമൊന്നും വന്നു ചേരാത്തൊരു സാഹചര്യമാണ്. ഇവർക്ക് വ്യാഴാഴ്ച ദിവസം ഉണ്ടാകുന്ന നേട്ടം ഇവരുടെ മക്കളെ കൊണ്ടുള്ള, ആൺമക്കളെ കൊണ്ടുള്ള നേട്ടമാണ്. കാര്യവിജയം കൊണ്ടുള്ള നേട്ടമാണ്. അത് മുഖേന ഭാഗ്യമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഗം, ശത്രുത, കടബാധകളാലുള്ള വലിയ പ്രതിസന്ധികളൊന്നും ഈ ജാതകരെ സംബന്ധിച്ച് വന്നു ചേരാൻ സാധ്യതയില്ല. എങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിലുണ്ട്. തന്മൂലം ഇവർ ചീത്തയായ കൂട്ടുകെട്ടിലൊക്കെ അകപ്പെടാൻ സാധ്യതയുണ്ട്. ചിലരൊക്കെ അങ്ങനെ പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞു വേണം ജീവിക്കുവാൻ. ദാമ്പത്യ ജീവിതം ഏറെക്കുറെ ദോഷമില്ലാത്ത സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അതിനൊരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. നിശ്ചലാവസ്ഥ സംഭവിച്ചിരിക്കുകയാണ്. സ്ത്രീകൾ മുഖേനയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഈ വ്യാഴാഴ്ച ദിവസം വന്നു ചേരുക. ഈ ജാതകരെ സംബന്ധിച്ച്
ഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും ഇവരെ തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഈ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ ഇവരെ ഭാഗ്യം കൊണ്ട് സഹായിക്കുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടിയല്ല കടന്നു പോകുന്നത്. തന്മൂലം പലരും കടബാധകളിൽ കൂടിയാണ് കഴിഞ്ഞു പോകുന്നത്. തൊഴിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് തികയാതെ ഇവർ കടം മേടിച്ചാണ് പലരും ജീവിച്ചു പോകുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ജീവിതത്തിൽ ലാഭകരമായ അനുഭവങ്ങളൊന്നും ഇവരെ തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല. അതുപോലെ വലിയ നഷ്ടത്തിനും സാധ്യതയില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതും മീനക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായിട്ട് പറഞ്ഞു തന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.